അങ്ങനെ ഹിന്ദി എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഈ ഗ്യാപ്പ് നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. കാരണം ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ പരീക്ഷ അടുപ്പിച്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് ദിവസങ്ങളിലെ ഇന്ന് വൈകുന്നേരവും നാളെയും മറ്റന്നാളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇനിയുള്ള പരീക്ഷകളിലും C+ ലെവലിൽ നിന്ന് A+ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ, സിമ്പിൾ പ്ലാനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും നമ്മുടെ ലൈവുകളൊക്കെ ഉണ്ടാവുന്നുള്ള കൃത്യമായിട്ട് ഈ ലൈവിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകൾ എന്തായിരിക്കും ഉണ്ടാവുക? തിങ്കളാഴ്ച മൺഡേ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഉണ്ട്, ആർട്സ് ഉള്ളവർക്ക് ആർട്സും ഉണ്ടാവും കേട്ടോ. ട്യൂസ്ഡേ തൊട്ടടുത്ത ദിവസം മാത്സ് ആണ് വരുന്നത്. അപ്പോൾ മാത്സ് ഒരു വില്ലനാണ്. കാരണം എന്താണ്? സോഷ്യൽ കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് ഒന്നും ഇല്ല മാത്സിന് വേണ്ടിയിട്ടില്ലേ? എന്നാൽ മാത്സിന് കുറേ പഠിക്കാനുണ്ട്, കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ മാത്സ് എങ്കിലും നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. പിന്നെ ഇംഗ്ലീഷും ബേസിക് സയൻസ് ആണ്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, റെഡി. ഇനി ഈ മാത്സ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക, സോഷ്യൽ എങ്ങനെയാണ് പഠിക്കുക, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ പ്ലാൻ ആണ്. ഈസി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത 2 പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടും. എന്താണ് പ്ലാൻ എന്നല്ല ഞാൻ നേരെ വരാം. മാത്സിൻ്റെ കേസിൽ നമ്മൾ ഇന്ന് മുതൽ പഠിച്ചു കൊടുക്കണം. ഓക്കെ, അത് മൺഡേ വൈകുന്നേരം സോഷ്യൽ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യരുത്. അത്രയും സമയം മതിയാവില്ല മാത്സ് ഫുള്ള് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിനെയും സെക്കൻഡ് ചാപ്റ്ററിനെയും റിവിഷൻ വീഡിയോ, ഓരോ ചാപ്റ്റർ ഒരു 25 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സിൽ ഒരു അരമണിക്കൂർ മാക്സിമം ഓരോ ചാപ്റ്ററിൽ ഇരുന്നാൽ മതി. ആ സമയം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ മാത്സിലെ 2 ചാപ്റ്റർ 100% നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ഓൾറെഡി പഠിച്ചവരാണ് നിങ്ങൾക്ക് റിവിഷൻ കിട്ടും. ഒന്നും പഠിക്കാത്തവരാണ് ഇത്രയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യം ഉത്തരം കൊടുക്കാൻ വേണ്ടി ഉള്ള ലെവലിൽ നിങ്ങൾ ആയിക്കോളും. സാർ അപ്പോൾ ഫുൾ ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ഇന്ന് ഫ്രൈഡേ നിങ്ങൾ ചെയ്യണം. ഒരു മാക്സിമം 1 hour എടുക്കുള്ളൂ. ഇന്ന് 1 മണിക്കൂർ പഠിക്കാൻ പറ്റില്ലേ? പറ്റും. അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സാറ്റർഡേ വൈകുന്നേരം എന്തുണ്ട്? സാറ്റർഡേ വൈകുന്നേരം നമുക്ക് സോഷ്യലിൻ്റെ റിവിഷൻ ലൈവ് ഉണ്ട്. ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിച്ച് തരും. ഒന്നും അറിയാത്തവരാണെങ്കിലും ആ ലൈവ് അറ്റൻഡ് ചെയ്താൽ സോഷ്യൽ കംപ്ലീറ്റ് അവിടെ സെറ്റായി കിട്ടും. സൺഡേ വൈകുന്നേരം എന്തുണ്ട്? 7 മണിക്ക് തന്നെ സോഷ്യലിൻ്റെ പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്തുകൊണ്ട് ലൈവ് ഉണ്ട്. അപ്പോൾ സോഷ്യലിന് ഈ 2 ലൈവുകൾ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ സോഷ്യലിൻ്റെ കാര്യം സെറ്റാണ്. 100% നിങ്ങൾക്ക് സോഷ്യലിൽ നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് തിങ്കളാഴ്ച നമ്മൾ മാത്സിൻ്റെ 2 കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് 2 ചാപ്റ്ററിലെ റിവിഷൻ വീഡിയോസ് കണ്ടല്ലോ. തിങ്കളാഴ്ച നിങ്ങൾ സോഷ്യൽ കഴിഞ്ഞ് വന്നതും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? 3rd ചാപ്റ്ററിൻ്റെയും 4th ചാപ്റ്ററിൻ്റെയും റിവിഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതും ഇതുപോലെ എന്താണ്, ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി, ടോട്ടൽ 1 മണിക്കൂർ ആട്ടോ. 2 ചാപ്റ്ററും കൂടെ 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അതവിടെ സെറ്റാക്കാൻ പറ്റും. പിന്നെ ആ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മാത്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സ് 4 ചാപ്റ്ററിൻ്റെയും നിങ്ങൾ പരീക്ഷയിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ നമ്മളവിടെ ചെയ്യും. പക്ഷേ ഇത് ഏറ്റവും യൂസ്ഫുൾ വരിക, ഇതാർക്കാ ശരിക്കും ഏറ്റവും ഗുണം ചെയ്യുക? ഈ റിവിഷൻ വീഡിയോസ്, 4 ചാപ്റ്ററിന് റിവിഷൻ വീഡിയോസ് കണ്ട കുട്ടികൾക്കായിരിക്കും മാക്സിമം അത് ഗുണം ചെയ്യുക. ഓക്കെ, കാരണം അതിൻ്റെ ബാക്കി പോലെ ആയിരിക്കും നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുക. മനസ്സിലല്ലേ? മാത്രമല്ല ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്തവരാണ് എളുപ്പത്തിൽ നിൽക്കുന്നതാണ്. ഈ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലെ ചോദ്യങ്ങൾ വേഗം മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, സാർ അപ്പോൾ ബേസിക് സയൻസിൻ്റെ കാര്യമോ? ബേസിക് സയൻസും വരുന്നില്ലേ പരീക്ഷ? പേടിക്കണ്ടോ. ബേസിക് സയൻസിൻ്റെ ഓൾറെഡി നമ്മൾ ലൈവ് എടുത്ത് വെച്ചിട്ടില്ലേ? ഫുൾ റിവിഷൻ ലൈവ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? 5 ദിവസം മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പലരും കണ്ടിട്ടുണ്ട്. 10K വ്യൂസ്, 10,000 കുട്ടികൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിൽ രാവിലേക്ക് സമയമില്ലേ? വൈകുന്നേരമല്ലേ ലൈവ് ഉള്ളൂ. രാവിലേക്ക് എന്ത് ചെയ്യുക? ഒരു 1.5 മണിക്കൂറൊന്നും എടുക്കില്ല. ഇത് 2x ഇട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെ 1.5x ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാം? ഈ ലൈവ് കണ്ട് തീർക്കാം. ബേസിക് സയൻസ് സെറ്റാണ്. പിന്നെ എക്സാമിൻ്റെ തലേന്ന് ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് വേറെ ഉണ്ടാവുന്നതാണ്. സാർ മാത്സിൽ 2 ചാപ്റ്ററിലെ സാർ ഇന്ന് റിവിഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ, എനിക്ക് 3ാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ഇന്ന് തന്നെ പഠിക്കണം. നിങ്ങൾ പേടിക്കണ്ട, റിവിഷൻ വീഡിയോസ് മൺഡേ വരുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങളുടെ 1 ഷോട്ട് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? 2 ചാപ്റ്ററിൻ്റെയും 1 ഷോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3ാമത്തെ ചാപ്റ്ററിൻ്റെയും 4ാമത്തെ ചാപ്റ്ററിൻ്റെയും ഒക്കെ 1 ഷോട്ട്. 3ാമത്തെ ചാപ്റ്റർ ഇവിടെ കേട്ടോ. 4ാമത്തെ ചാപ്റ്ററിൻ്റെയും 3ാമത്തെ ചാപ്റ്ററിൻ്റെയും ഒക്കെ 1 ഷോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടവരാണെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. കാണാത്തവരാണ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിക്കണമെങ്കിൽ, നിങ്ങൾ അത്രത്തോളം ഉഷാറായി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിക്കാനും പറ്റും. ഓക്കെ, പക്ഷേ റിവിഷൻ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? എല്ലാം കൂടെ എന്നിട്ട്, കാരണം അങ്ങനെ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാതെയൊക്കെ ആയിപ്പോകും. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് 3 നോട്ടിഫിക്കേഷൻ ടോട്ടൽ വരുള്ളൂ. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ പോയില്ലേ? ഈ വീഡിയോ ഇട്ടപ്പോൾ പോയില്ലേ? അപ്പോൾ 2 കൂടി നമുക്ക് മാത്സ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ സോഷ്യലും ഇനി വരുന്ന എല്ലാ പരീക്ഷയും, മാത്സ് ആയിക്കോട്ടെ, അതിനുശേഷം വരുന്ന ഇംഗ്ലീഷ് പിന്നെ പേടിക്കണം. നമുക്ക് എക്സാമിൻ്റെ തലേന്ന് നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. നമുക്ക് ഞാനൊരു സാറാണ് വരാൻ പോകുന്നത്. അടിപൊളി ക്ലാസ്സുകൾ, എല്ലാ ചാപ്റ്ററും ഡിസ്കോസ് ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് നമ്മൾ തരും. പേടിക്കേണ്ട ആവശ്യമില്ല, അത് അത്രയും മതി. ബേസിക് സയൻസിൽ നമുക്ക് എന്ത് ചെയ്യാം?
നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ഈ ഒരു പ്ലാൻ എല്ലാ കേരളത്തിലെ കുട്ടികളും എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പ്ലാനാണ്. കാരണം ഇത്രയും അടിപൊളിയായ ഡീറ്റെയിൽ ക്ലാസ്സസ്, ഡീറ്റെയിൽ റിവിഷൻ ക്ലാസ്സസ്, ഷുവർ ക്വസ്റ്റ്യൻ ലൈവ്, സൂപ്പർ പ്ലാൻ വേറെ ഒരു ചാനലിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് എക്സാമിനറിൻ്റെ ചാനൽ തന്നെയായിരിക്കും തരാൻ പോകുന്നത്. അത്രത്തോളം അടിപൊളി ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വീഡിയോസ് ആയിട്ടും ലൈവ് ആയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കേണ്ട ഒരു പണി നിങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങളാണ് എക്സാമിനറിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അപ്പോൾ എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ, ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ ചാനലും എത്തിക്കേണ്ട പണി നിങ്ങൾ ചെയ്തിരിക്കണം. ബാക്കിയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തരാനും പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ പ്ലാൻ പ്രകാരം ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നമുക്ക് കാണാം ലൈവിൽ.